ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ ഫങ്ഷൻസ് ഇൻസൈഡ് എ ഫങ്ഷൻ, അതായത് ഇൻ്റർ ഫങ്ഷൻ എന്താണെന്നൊക്കെ ഗോത്രൂ ചെയ്തിരുന്നു അല്ലേ. കുറച്ച് സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്ക് കുറച്ച് ആയിരുന്നു എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ തിരിച്ച് നമ്മുടെ ആഡ് ഇവൻറ്റ് ലിസ്റ്റണർ നമ്മൾ ഫങ്ഷനിലേക്ക് ഗോത്രൂ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാരണം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൾ ബാക്ക് ഫങ്ഷൻ എന്ന കോർ ജാവാസ്ക്രിപ്റ്റ് പാറ്റേണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട് നമുക്ക്. ഇവിടെ സ്റ്റാർട്ട് ഗെയിം BTN ഡോട്ട് ആഡ് ഇവൻറ്റ് ലിസ്റ്റണർ നമ്മൾ വിളിക്കുന്നുണ്ട്. അതിൽ 2 പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട് ഈ ഫങ്ഷൻ്റെ ഉള്ളിൽ. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന് ബേസിക്കലി ക്ലിക്കാണ്. ഓക്കെ, എന്താണ് ഇവൻ്റ് എന്നുള്ളത് നമ്മൾ പാസ് ചെയ്യുന്നത്, ക്ലിക്ക് ഇവൻ്റാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ബേസിക്കലി ഒരു ഫങ്ഷനെയാണ് അവിടെ നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നത്. ഒരു ഫങ്ഷനെ ബേസിക്കലി ഇത് ആരോ ഫങ്ഷൻ ആണെന്നുള്ളൂ, ഒരു ഫങ്ഷനെ നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളായി പറഞ്ഞാൽ ഫങ്ഷൻ ഇറ്റ് സെൽഫ് എക്സിക്യൂട്ട് ചെയ്യാതെ ഫങ്ഷൻ്റെ റെഫറൻസ് അല്ലെങ്കിൽ പോയിൻ്ററാണ് ബ്രൗസറിൽ നമ്മൾ കൊടുക്കുന്നതെന്ന് പറയാൻ പറ്റും ഇവിടെ. സോ നമ്മൾ മുമ്പ് എഴുതിയിരുന്നു ഇവിടെ, നമുക്ക് വേണമെങ്കിൽ ഈ ഫങ്ഷന് പകരം വേരിയബിൾ കൊടുക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ ടെസ്റ്റ് എഫ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും ഇവിടെ. സോ ടെസ്റ്റ് എഫ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ ഇവിടെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾക്ക്. കോൺസ്റ്റ് ടെസ്റ്റ് എഫ് എൻ ഈക്വൽ ടു, ഇതൊരു എക്സാമ്പിൾ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ 2 പാരാമീറ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ ക്ലിക്ക് ഇവൻറ്റിൽ. സോ ഞാൻ 3 കൂടി പാരാമീറ്റർ ആഡ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞുള്ളൂ. ഓക്കെ, സോ ഓക്കെ ഇവിടെ നമ്മൾ കൊടുത്തു. സോ ഈ ഫങ്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ഫങ്ഷൻ്റെ പേര് വെച്ച് കൊടുക്കുമ്പോൾ ബേസിക്കലി നമ്മൾ പരാന്തസിസ് ഒന്നും കൊടുക്കുന്നില്ല. കാരണം ഇവിടെ അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട, അറ്റ് എ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട, പക്ഷേ ഇതിൻ്റെ റെഫറൻസ് ആണ് പാസ് ചെയ്യുന്നത്. നമ്മൾ എപ്പോൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ അപ്പോൾ കോഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി എന്ന് എഴുതിയിട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴേ പറഞ്ഞു ലൈക്ക് പരാന്തസിസ് ഇല്ല, കാരണം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, ഇപ്പോൾ ജസ്റ്റ് റെഫറൻസ് ആണ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതൊരു കോൾ ബാക്ക് എന്ന് വിളിക്കാൻ പറ്റും ഈ ഫങ്ഷനെ ബേസിക്കലി. ഇപ്പോൾ ഇങ്ങനെ എഴുതാം, നിങ്ങൾക്ക് ആരോ ഫങ്ഷൻ അനോണിമസ് ആയിട്ട് എഴുതാം. നമ്മളിവിടെ അനോണിമസ് ആയിട്ട് എഴുതി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ടെസ്റ്റ് എഫ് ഞാൻ റിമൂവ് ചെയ്യാണ്, നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം. സോ ഇവിടെ നമ്മൾ അനോണിമസ് ആയിട്ട് ഈ ഫങ്ഷനെ ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇത് കോൾ ബാക്കിനാണ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൾ ബാക്ക് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ കാരണം എന്താ വെച്ചാൽ ഈ ഫങ്ഷൻ നമ്മൾ തന്നെ കോൾ ചെയ്യുന്നില്ല, ബ്രൗസറാണ് ഇവിടെ കോൾ ചെയ്യുന്നത്. എപ്പോൾ ക്ലിക്ക് ഇവൻ്റ് ഹാപ്പൻ ആകുമ്പോഴാണ് ബ്രൗസർ കോൾ ചെയ്യുന്നത്. നമ്മൾ എപ്പോൾ ക്ലിക്ക് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ കൺട്രോളിലല്ല യൂസർ എപ്പോഴാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രൗസറിന് ഒരു ഫങ്ഷൻ കൊടുത്തിട്ട് നമ്മളും ക്ലിക്ക് വന്നാൽ ഇത് റൺ ചെയ്തോളൂ എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ കോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സംതിങ് എൽസ് കോൾസ് ഇറ്റ് ഫോർ യു ലേറ്റർ എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റും കോൾ ബാക്ക് എന്നാണ്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് മാത്രമല്ല, നമ്മുടെ സ്വന്തം ഫങ്ഷനിലും കോൾ ബാക്ക് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സമ്മ ഫങ്ഷൻ നമ്മൾ താഴെ എഴുതിയിരുന്നു അല്ലേ ഇവിടെ. ഓക്കെ, ഇവിടെ എഴുതി വെച്ചിരുന്നു. സോ റിട്ടേൺ ചെയ്യുന്നതിന് പകരം അത് റിസൾട്ട് റെഡി ആകുമ്പോൾ നമുക്കൊരു ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പറയാൻ പറ്റും. അതായത് ഒരു കോൾ ബാക്ക്. സോ ഫസ്റ്റ് പാരാമീറ്ററായിട്ട് ഞാനിവിടെ ഈ ഫങ്ഷനിൽ ഒരു ഫങ്ഷൻ തന്നെ കൊടുക്കുകയാണ് ഫസ്റ്റ് പാരാമീറ്ററായിട്ട്. അതിൻ്റെ പേരാണ് റിസൾട്ട് എഫ് എന്നും പറഞ്ഞു ഹാൻഡ്ലർ എന്ന് പറഞ്ഞത്. റിസൾട്ട് ഹാൻഡ്ലർ എന്ന് പറഞ്ഞ് കൊടുത്തു. നമ്മൾ ഫങ്ഷൻ്റെ പേര് റിസൾട്ട് ഹാൻഡ്ലർ നമ്മൾ കൊടുത്തിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ പറയാണ്, ഇവിടെ നമ്മൾ ലോഗ് പ്രിന്റ് ചെയ്യുന്നുണ്ട്, ഈ റിട്ടേൺ ചെയ്യുന്നില്ല. റിട്ടേണിന് പകരം ഞാൻ പറയാണ് ഈ റിസൾട്ട് ഹാൻഡ്ലർ ഫങ്ഷൻ വിളിക്കാനായിട്ട്. എന്നിട്ട് കോപ്പി റിസൾട്ട് ഹാൻഡ്ലർ ഫങ്ഷൻ വിളിക്കാനായിട്ട് അതിൽ സം ഞാൻ പാസ് ചെയ്ത് കൊടുക്കുന്നു. ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, ഇനി സോ ഇവിടെ ബേസിക്കലി നമ്മൾ റിസൾട്ട് ഹാൻഡ്ലർ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫങ്ഷനാണ്, അല്ലെങ്കിൽ ഫങ്ഷൻ്റെ റെഫറൻസ് ആണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് റിസൾട്ട് ഹാൻഡ്ലർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ബേസിക്കലി ആ ഫങ്ഷൻ കോൾ ചെയ്യും. ഓക്കെ, സോ കോൾ ബാക്ക് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇനി നമുക്ക് സമ്മപ്പിൽ കോൾ ചെയ്യും ഫസ്റ്റ് ആർഗ്യുമെൻ്റായിട്ട് എന്ത് ഫങ്ഷൻ തന്നെ പാസ് ചെയ്യണം. സോ അതിനുവേണ്ടി ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, ഷോ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഫങ്ഷൻ ക്രിയേറ്റ് ആണ്. കോൺസ്റ്റ് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ആരോ ഫങ്ഷൻ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്ത് വെക്കുന്നത്. റിസൾട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു അലർട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു അലർട്ട് കാണിക്കാം. എന്നിട്ട് ഞാൻ എഴുതുന്നത് ദി റിസൾട്ട് ആഫ്റ്റർ ആഡിങ് ഈസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട്
പ്ലസ് ഈ റിസൾട്ട് കൊടുത്തു. ഓക്കെ, ഞാനിവിടെ സേവ് ചെയ്തു. ഇപ്പോൾ ഷോ റിസൾട്ട് ഫംഗ്ഷനെ ബേസിക്കലി സമ്മപ്പിലേക്ക് നമുക്ക് ഇനി പാസ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ ഷോ റിസൾട്ട് കൊടുക്കുന്നത് സമ്മപ്പ് നമ്മൾ എവിടെയാണോ വിളിക്കുന്നത്, ഈ രണ്ട് ഫംഗ്ഷൻ വിളിക്കുന്നുണ്ട് അല്ലേ. സോ ഇവിടെ നമ്മൾ അത് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കണം, ഷോ റിസൾട്ട് ബേസിക്കലി പരാന്തസിസ് കൊടുക്കാണ്ട് എഴുതണം. ഷോ റിസൾട്ട് എന്ന് എഴുതിയാൽ അത് ഉടനെ എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ ഫംഗ്ഷൻ്റെ റെഫറൻസ് ആണ് പാസ് ചെയ്യുന്നത്. സോ ഷോ റിസൾട്ട് ഇവിടെ പാസ് ചെയ്തു. സോ അത് ഫംഗ്ഷൻ്റെ റെഫറൻസ് ഇവിടേക്ക് വന്നു. റിസൾട്ട് ഹാൻഡ്ലർ നമ്മൾ എപ്പോൾ വിളിക്കുന്നത് വെച്ചാൽ നമുക്ക് ഡാറ്റ പ്രോപ്പറായിട്ട് സമ്മൊക്കെ ചെയ്തു കറക്റ്റ് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഫംഗ്ഷൻ ലൈക്ക് എല്ലാ നമ്പർ ആഡ് ചെയ്ത ശേഷം മാത്രമേ ഇത് വിളിക്കുള്ളൂ. അപ്പോൾ കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും, ഇവിടെ ഷോ റിസൾട്ട് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് നമുക്ക് അലർട്ട് കിട്ടും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ആപ്ലിക്കേഷനിൽ പോയിട്ട് ഒന്ന് പേജ് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ആദ്യം 39 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് നമുക്ക് കിട്ടി. രണ്ടാമത്തെ NIN ആണ് പോയത്, കാരണം NIN വരാനായിട്ട് ഓക്കെ സബ്ബാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്മൾ ഈ ഫംഗ്ഷൻ പാസ് ചെയ്യേണ്ട, അതുകൊണ്ടാണ് NIN വന്നത്. കാരണം നമ്മൾ സമ്മിൽ മാത്രം എഴുതിയിട്ടുള്ളത്, സബ്ബിൽ എഴുതിയിട്ടില്ല. അതിൻ്റെ ഇഷ്യൂ ആയിരുന്നു. സേവ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത് സബ്ബ് ഞാൻ കൺഫ്യൂഷനായി പോയതാണ്. നമ്മൾ ഈ റെഫറൻസ് പാസ് ചെയ്യുന്നത് സമ്മിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഞാൻ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 39 കിട്ടി. 121 ബേസിക്കലി ഇവിടെ ഇതിൻ്റെ കൺസോൾ ലോഗാണ് വന്നിരിക്കുന്നത്. സബിൻ്റെ കൺസോൾ ലോഗാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കതുകൊണ്ട് കോൾ ബാക്കിൽ കറക്റ്റായിട്ട് നമുക്ക് വാല്യൂ കിട്ടി. സോ ഇനി നമുക്ക് ചോദിക്കാം, ലൈക്ക് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എപ്പോഴും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ, എപ്പോഴാണ് നമുക്ക് കോൾ ബാക്ക് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാൻ പറ്റും. ചില കേസിൽ റിട്ടേൺ ചെയ്താൽ മതിയാകും നിങ്ങളുടെ കേസിൽ. ബട്ട് റിയൽ വേൾഡിൽ ജാവാസ്ക്രിപ്റ്റിൽ കോൾ ബാക്ക് പാറ്റേൺ ഒക്കെ സൂപ്പർ കോമൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എസ്പെഷ്യലി വെച്ചാൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഇവൻറ്റ് ക്ലിക്സ്, ഇൻപുട്ട്, സ്ക്രോള്, പിന്നെ ടൈമറിൽ നമ്മൾ സെറ്റ് ടൈം ഔട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് കോൾ ബാക്ക് ഉണ്ട്. പിന്നെ അസിങ്ക് ഓപ്പറേഷൻസ് ലൈക്ക് നെറ്റ്വർക്ക് കോൾസ്, ഫയൽ റീഡിങ് എക്സെട്ര. സോ അവിടെ എല്ലാം ബേസിക്കലി ഇവിടെയൊക്കെ നമ്മുടെ ടൈം പ്രെഡിക്റ്റബിൾ അല്ല. ഓക്കെ, സോ നമ്മൾ എപ്പോൾ നടക്കും നമ്മുടെ കയ്യിലില്ല, നമുക്ക് പറയാൻ പറ്റില്ല. സോ നമ്മൾ വെച്ചാൽ നമ്മളൊരു ഫംഗ്ഷൻ കൊടുക്കും, എന്നിട്ട് സിസ്റ്റത്തിനോട് പറയും ഇതെല്ലാം നമുക്ക് എന്താണോ എപ്പോഴാണോ കോൾ ചെയ്യേണ്ടത് വെച്ചാൽ അപ്പോൾ കോൾ ചെയ്തെടുക്കാൻ പറയും. ഓക്കെ, സോ കോൾ ബാക്ക് പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യാതെ പോയിൻ്റർ റെഫറൻസ് ആയിട്ട് നമ്മൾ പാസ് ചെയ്യണം. ലേറ്റർ അത് ബ്രൗസർ അല്ലെങ്കിൽ അതർ കോഡ് ആ കോളിനെ ആ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യും, കോൾ ചെയ്യും നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇവൻറ്റ് ബേസ്ഡ് ആൻഡ് ലോങ് റണ്ണിങ് ടാസ്കിലൊക്കെ കോർ ജാവാസ്ക്രിപ്റ്റ് പാറ്റേൺ ആണ് ഈ കോൾ ബാക്സ്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായി ഇരിക്കുന്നു കോൾ ബാക്ക് എന്താണെന്നുള്ളതൊക്കെ. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ റാപ്പ് അപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.